ഷെഫ് ലിഷിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കടച്ചക്ക റോസ്റ്റാണ്. നമ്മൾ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം കടച്ചക്ക നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അല്പം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ കടച്ചക്ക ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കടച്ചക്ക നല്ലപോലെ വേവിച്ച് മാറ്റി വെച്ച ശേഷം നമുക്ക് അടുത്ത ഗ്രേവി തയ്യാറാക്കാം. അതിനുവേണ്ടി കടായിലേക്ക് ഓയിൽ ഒഴിച്ച് ഓയിൽ തിളയ്ക്കുന്ന സമയം ഇതിലേക്ക് കടുകും അതുപോലെ തന്നെ കറുവപ്പട്ടയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. അടുത്ത ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഏകദേശം നല്ല ബ്രൗൺ കളറാകുന്നവരെ വെളുത്തുള്ളിലേക്ക് നല്ല ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വഴന്ന സമയം ഇതിലേക്ക് ഒരു സബോള ചെറുതായി സ്ലൈസ് ചെയ്ത് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റണം. ഏകദേശം സബോളയുടെ കളർ നല്ല ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ സബോള നല്ലപോലെ വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി സ്ലൈസ് ചെയ്തും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റുക. തക്കാളിയുടെ കളർ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് കിടന്നു ഇതിലേക്ക് അടുത്ത മസാല ചേർക്കാം. മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. മസാല ഒന്ന് മൂത്ത് വരുന്ന സമയം നമ്മൾ ഇതിലേക്ക് അടുത്ത് ചേർക്കാൻ പോകുന്ന വെച്ചാൽ ആ കടച്ചക്ക ഉണ്ടല്ലോ, കടച്ചക്ക ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന അതിൻ്റെ സ്റ്റോക്ക് വാട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന കടച്ചക്ക പൂർണ്ണമായി നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കടച്ചക്ക നമ്മുടെ മസാലയിലൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പണികളുണ്ട്. കുറച്ച് ഫ്രഷ് തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിട്ടില്ല കടച്ചക്ക റോസ്റ്റ് റെഡി ആയി കിട്ടും. കടച്ചക്ക റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ കടച്ചക്ക ബോയിൽ ചെയ്യുമ്പോൾ നല്ലപോലെ കടച്ചക്ക വേഗം ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആ കടച്ചക്ക ബോയിൽ ചെയ്ത് ആ സ്റ്റോക്ക് വാട്ടർ മാത്രം മതി. അത് അങ്ങനെ കഴിച്ചാൽ നല്ല വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കുക കടച്ചക്ക നല്ലപോലെ വെന്തെടുക്കാൻ നോക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു റെസിപ്പി വീണ്ടും കാണാം.